ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഷൂവിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. ഷൂ ഒക്കെ അങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു ബാഡ് സ്മെല്ല് വരും. അങ്ങനെ സ്മെല്ലില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 2-3 വഴികളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത്, നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പെട്ടി ഉണ്ടാവില്ലേ, സോപ്പിൻ്റെ ഒരു കവർ, ഈ ഒരു കവർ ഈ ഒരു ഷൂവിൻ്റെ അകത്തേക്ക് അവിടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. അതേപോലെ തന്നെയാണ് ബേബി പൗഡറും ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിക്കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു ചെറിയ പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞിട്ട് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ബാഡ് സ്മെല്ല് മുഴുവനായിട്ട് തന്നെ മാറിക്കിട്ടും. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, ഇതേപോലെ നമ്മൾ ഒത്തിരി അഴുക്കൊക്കെ പിടിച്ചെടുക്കുന്ന ഷൂ നമുക്ക് പോളിഷ് ചെയ്യാം. പോളിഷറൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടൊരു പഞ്ഞിയും വേണം. അതേപോലെ തന്നെ നമ്മുടെ ഉജാലയാണ് വേണ്ടത് കേട്ടോ. ഒരു 2-3 തുള്ളി ഉജാല ഈ ഒരു പഞ്ഞിയിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ ഷൂവിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പോളിഷറൊക്കെ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. നല്ല രീതിക്ക് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം പോളിഷറൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് തികച്ചും സഹായകമാകുന്ന ടിപ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ്, അതേപോലെ തന്നെ പാട്ട, അതേപോലെ എന്തെങ്കിലും സാധനം കപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കളയുകയാണ് ചെയ്യുക. അപ്പം കളയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. അതിന് വേണ്ടത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു ഫ്ലെക്സ് ക്യൂക്കുമാണ് കേട്ടോ. അതിന് അത്യാവശ്യം 25-30 രൂപേൻ്റെ അടുത്താണ് ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കിന് ഉള്ളത്. അതിനോട് ഒത്തിരി ഉപയോഗങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു പൊടിയുപ്പ് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഈ ഒരു പാത്രം പൊട്ടിയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു പൊട്ടിയ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒത്തിരി പോലും വെള്ളം പുറത്തേക്ക് വരില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഈ ഒരു പൊട്ടിയ ഭാഗമൊക്കെ ഒട്ടി വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോന് വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ കളയാനൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും പൊട്ടിയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അങ്ങനെ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ്, അതേപോലെ കുട്ടികൾ സ്കൂളൊക്കെ കൊണ്ടുവന്ന ബാഗിൻ്റെ മുകളിലൊക്കെ പെന്നുകൊണ്ടൊക്കെ ഒന്ന് വരഞ്ഞ പെന്നിൻ്റെയൊക്കെ മഷിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം കേട്ടോ. അതിന് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂം കുറച്ചൊന്ന് ഈ ഒരു പെന്നോണ്ട് വരഞ്ഞ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുമ്പോഴേക്ക് തന്നെ ആ ഒരു പെന്നിൻ്റെ മഷി പൂർണ്ണമായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ. എന്നിട്ടൊരു തുണി വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് തുടച്ചും കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പെണ്ണിൻ്റെ മഷിയൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ വെള്ള വസ്ത്രത്തിലൊക്കെ ആയിട്ടുള്ള പെണ്ണിൻ്റെ മഷി പോക്കാൻ ഡെറ്റോൾ മതി കേട്ടോ. ഡെറ്റോൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഐസൊക്കെ ഇങ്ങനെ കുന്നുപോലെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ ഒരു ചിരട്ടയിൽ കുറച്ച് മതി, ഒരു തരി ഉപ്പ് എടുത്തിട്ട് ചിരട്ടയിൽ വെച്ചിട്ട് ഈ ഒരു ഫ്രീസറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് മതിയാവും. നന്നായിട്ട് കുന്നുകൂടി കിടക്കുന്നതൊക്കെ 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റില്ല. ഡോർ അടച്ചില്ലെങ്കിൽ ഒത്തിരി കറണ്ട് പോകും. അതേപോലെ തന്നെ ഇങ്ങനെ ഐസ് അതിലുണ്ടാവുമ്പോൾ ഡോർ അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഡോറ് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിരട്ടയിൽ ഇത്തിരി ഉപ്പ് വെച്ച് കൊടുത്താൽ മതി. അത് ഉപ്പ് വെക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ചിരട്ട മാത്രം വെച്ച് കൊടുത്താൽ മതി. ചിരട്ട മാത്രം വെക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം കൃത്യം വേണ്ടി വരും ഈ ഒരു ഐസൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു ഐസ് ഇനി ഒരിക്കലും ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഐസ് കെട്ടായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ ബാക്കി വരുന്ന ഈ ഒരു തൊണ്ടുണ്ടാവില്ല, ഈ ഒരു തൊണ്ടിൻ്റെ അകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒരു ചിരട്ടേൻ്റെ അകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ അകത്തോ വെച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രീസറിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഐസ് ഇങ്ങനെ കട്ട പിടിക്കുന്നത് ഇല്ലാതാവും കേട്ടോ. ഐസ് കട്ട പിടിക്കത്തില്ല. അതേപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് തേക്കുന്നതും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് മഞ്ഞുമല പോലെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതൊക്കെ ഇല്ലാതാവും. അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉപ്പ് വെച്ചാൽ ഫ്രിഡ്ജിന് യാതൊരുവിധ കുഴപ്പവും വരത്തില്ല. അപ്പം ഉപ്പ് വെച്ച് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കയറി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം.
എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഒത്തിരി ഐസൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനതൊരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഐസ് കട്ട പിടിക്കത്തേ ഇല്ല കേട്ടോ. നമ്മളിതിലൊക്കെ അങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇല്ലാതാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക്